Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the preparation of project report. Project report is a report showing the economic viability and technical feasibility of the project. It is important for evaluating what a business is, the employment provided, sales revenue generated and the profit generated for economic development. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിൻ്റെ എക്കണോമിക് വയബിലിറ്റിയും ടെക്നിക്കൽ ഫീസിബിലിറ്റിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ പ്രോജക്റ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് ഉപകാരപ്പെടും. ദ എംപ്ലോയ്മെന്റ് പ്രൊവൈഡഡ്, സെയിൽസ് റവന്യൂ ജനറേറ്റഡ് ആൻഡ് ദ പ്രോഫിറ്റ് ജനറേറ്റഡ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്, എല്ലാവിധ കാര്യങ്ങളും ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് എത്രത്തോളം എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ട്, ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് എത്രത്തോളം സെയിൽസ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് എത്രയാണ്, എക്കണോമിക് ഡെവലപ്മെന്റ് എന്തൊക്കെ ഉണ്ടാകുന്നു, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. The government, financial institutions, bank and local government usually require this report for various purposes. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അതിൻ്റെ പല സ്റ്റേജുകളിൽ പല ഏജൻസീസ്, ഗവൺമെൻറ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും നമ്മളിപ്പോൾ ഫണ്ടിന് വേണ്ടിയൊക്കെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സമീപിക്കുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്, എവിടെയാണ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അത് നോക്കിയിട്ട് മാത്രമേ അവർ ഫണ്ട് അലൗ ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിന് മുമ്പിൽ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് ആവശ്യകരമായി മാറുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ് ഫോർ ഇവാലുവേറ്റിംഗ് ദ പ്രോജക്റ്റ് ആൻഡ് സ്കോപ്പ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഏജൻസി, ഏതെങ്കിലും ഒരു ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ എന്താണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിൻ്റെ എക്കണോമിക് വയബിലിറ്റിയും ടെക്നിക്കൽ ഫീസിബിലിറ്റിയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. Next, let us look into the scope of coverage of project report. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ്, എക്കണോമിക് ആസ്പെക്ട്സ്. ഇറ്റ് കണ്ടെയ്ൻ അനാലിസിസ് ഫോർ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ, മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് നമ്മൾ അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാവിധ എക്കണോമിക് ആസ്പെക്ട്സും ഇൻക്ലൂഡ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിനെ ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള അനാലിസിസിനെ കുറിച്ചുള്ള റിപ്പോർട്ട്, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും ഇത്ര ഇൻകം ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിനെ കുറിച്ചുള്ള ജസ്റ്റിഫിക്കേഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. മാർക്കറ്റ് അനാലിസിസ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനുള്ള ഡിമാൻഡ് സപ്ലൈ ഒക്കെ എന്താണ് ഫോർകാസ്റ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്, എത്ര പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇത്തരത്തിൽ ഒരു ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ എക്കണോമിക് ആസ്പെക്ട്സും അതിൻ്റെ അകത്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. സെക്കൻഡ് വൺ ഇസ് ടെക്നിക്കൽ ആസ്പെക്ട്സ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ടെക്നിക്സ് റിക്വയർഡ്, മെഷീനറി ഇൻ യൂസ് ആൻഡ് ഇറ്റ്സ് ഫീസിബിലിറ്റി ഇൻ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇറ്റ്സ് അഡാപ്റ്റബിലിറ്റി ടു ദ പ്രോജക്റ്റ്. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് റിക്വയർമെൻറ്റ്, എന്താണ്, ഏത് മെഷീനറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറിയുടെ ഫീസിബിലിറ്റി, എത്രത്തോളം ആപ്റ്റ് ആയിട്ടുള്ള മെഷീനറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചിലവായി, ഇത്തരത്തിൽ ടെക്നിക്കലി ഉള്ള എല്ലാ ആസ്പെക്ട്സും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇന്ന മെഷീനറീസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം കാണിക്കാനായിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. The third aspect is financial aspect. In this, the source of funds available and the availability of funds for meeting the cost of project and working capital. ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൻ്റെ അത് പറയുന്നത് നമ്മൾ എത്ര ഫണ്ട് വേണ്ടി വരും, ആ ഫണ്ട് നമ്മൾ ഏത് സോഴ്സിൽ നിന്നും കണ്ടെത്തുന്നു, നമ്മുടെ സോഴ്സ് ഓഫ് ദ ഫണ്ട്സ് അവൈലബിൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഫോർ മീറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ ഒരു പ്രോജക്റ്റിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിനുള്ള ആവശ്യവും അല്ലാതെ ഫിക്സഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായ മേഖലകളിലുള്ള പ്രോജക്റ്റ് കോസ്റ്റും എല്ലാം എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനകത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ദ ഫോർത്ത് വൺ ഈസ് പ്രൊഡക്ഷൻ ആസ്പെക്ട്സ്. Details about the subject selected for production, its scope in the internal and external market demand and so on. നമ്മുടെ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്ഷൻ ആസ്പെക്റ്റിനാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഫൈനലി, മാനേജറിയൽ ആസ്പെക്ട്സ്. ദ മാനേജ്മെന്റ് ടു whom it is entrusted, the type of management, qualification and experience of manager are dealt in.
അപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് മാനേജറൽ ആസ്പെക്ട്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാനേജറൽ ആസ്പെക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് മാനേജ്മെൻ്റ് ആണ് ഈ പ്രോജക്റ്റിൻ്റെ എൻട്രസ്റ്റ് ചെയ്തേക്കുന്നത്, ആർക്കാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം, ആർക്കാണ്, എന്ത് ടൈപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഫർദർ എക്സ്പീരിയൻസ് എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം വരെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ 5 ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനുള്ളത്. എക്കണോമിക് ആസ്പെക്ട്സ്, technical aspects, financial aspects, production aspects and managerial aspects. Now let us look into the content of project report. At first, general information. The personal profile and industrial profile are described in this area. അപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ആദ്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ഓൺടർപ്രണേഴ്സിൻ്റെയും പേഴ്സണൽസിൻ്റെ എല്ലാം പ്രൊഫൈലും ആ ഇൻഡസ്ട്രിയൽ പ്രൊഫൈൽ, ഏത് ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ പ്രോജക്റ്റ് നടക്കുന്നത്, ഈ ഒരു പ്രൊഫൈലും, ഈ 2 പ്രൊഫൈൽസ് ആണ്, പേഴ്സണൽ പ്രൊഫൈൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഫൈൽസ് ആണ് ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് ഫസ്റ്റ് നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. ആ ഒരു പ്രോജക്റ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന് ആ പ്രോജക്റ്റ് കൊണ്ടുള്ള സ്കോപ്പ് എന്താണ്, ഇതാണ് നമ്മൾ സെക്കൻഡ്ലി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. തേർഡ്, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോഡക്റ്റ്, ഇറ്റ് യൂസസ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഈ പ്രോജക്റ്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ആണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇത്തരമുള്ള കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫോർത്ത്, മാർക്കറ്റ് പൊസിഷൻ ആൻഡ് ട്രെൻഡ്സ്. നമ്മുടെ ആ ഒരു നിലവിലെ ആ പ്രോഡക്റ്റിന് ഉള്ള മാർക്കറ്റ് പൊസിഷൻ എന്താണ് മാർക്കറ്റിലെ ട്രെൻഡ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് രേഖപ്പെടുത്തുന്നതാണ് നാലാമതായിട്ട് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റോ മെറ്റീരിയൽ, ദ റിക്വയർമെൻറ്റ്സ്, പ്രൈസ്, സോഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. നമ്മുടെ ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ പ്രൈസ് എന്താണ്, ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ റോ മെറ്റീരിയൽ കണ്ടെത്തുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് അഞ്ചാമതായിട്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, പ്രൊഡക്ഷൻ, ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ആൻഡ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടി എന്ത് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്, അത് ഏതൊക്കെ ഷെഡ്യൂളിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്, ആൻഡ് ദ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, എന്ത് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇറ്റ്സ് പ്രൊക്യൂർമെൻറ്റ് വെദർ ഡൊമസ്റ്റിക് ഓർ ഇമ്പോർട്ടഡ്. നമ്മളെ പ്രോജക്റ്റിനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൊക്യൂർ ചെയ്തേക്കുന്ന ഡൊമസ്റ്റിക് ആയിട്ടാണോ അതോ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മെഷീനറി ആണോ യൂസ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു കണ്ടന്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത്. നെക്സ്റ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഏരിയ റിക്വയർമെൻറ്റ്സ്, ഇറ്റ്സ് നേച്ചർ, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ആൻസിലറി ബിൽഡിങ്സ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന ഹെഡിൻ്റെ അടിയിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് എത്രത്തോളം ഏരിയ നമ്മുടെ ഈ പ്രോജക്റ്റിന് റിക്വയർമെൻ്റ് ആയിട്ട് വരും, എന്ത് ടൈപ്പ് ഓഫ് ലാൻഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് നമുക്ക് വേണ്ടത്, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, എന്ത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത്, ആൻസിലറി ബിൽഡിങ്സ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ഇതിന് സപ്പോർട്ടീവായിട്ട് നമ്മുടെ പ്രോജക്റ്റിന് സപ്പോർട്ടീവായിട്ട് എന്തൊക്കെ ബിൽഡിങ്സ് വേണ്ടി വരും, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏത് രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന ഹെഡിൻ്റെ അടിയിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത്. നെക്സ്റ്റ്, ഫിനാൻസ്, ടോട്ടൽ റിക്വയർമെൻറ്റ്സ്, owned funds, borrowed funds, source of funds, working capital and fixed capital requirements. അപ്പോൾ ആ പ്രോജക്റ്റുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത എല്ലാ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ അടിയിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ടോട്ടൽ റിക്വയർമെൻറ്റ്, എത്ര ഫിനാൻസ് വേണ്ടി വരും, അതിനകത്ത് ഓൺഡ് ഫണ്ട്സ് എത്രയാണ്, ബോറോഡ് ഫണ്ട്സ് എത്രയാണ്, നമ്മുടെ കയ്യിൽ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണ്, ബോറോ ചെയ്ത ഫണ്ട് എത്രയാണെന്നുള്ളത് കാണിക്കുക, അതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട്സ്, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര റിക്വയർമെൻ്റ് ഉണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ എത്ര റിക്വയർമെൻ്റ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫിനാൻസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ്, മാർക്കറ്റ് ചാനൽ ത്രൂ വിച്ച് ഗുഡ്സ് ആർ സപ്ലൈഡ്. നമ്മൾ ഏത് മാർക്കറ്റ് ചാനൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഹെഡിൻ്റെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ആൻഡ് പേഴ്സണൽ, ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, ദെയർ അവൈലബിലിറ്റി, വേജസ് ആൻഡ് സാലറി സ്ട്രക്ചർ. നമ്മുടെ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാ പേഴ്സണൽസ്, വർക്കേഴ്സ് ആണെങ്കിലും മാനേജർ ആണെങ്കിലും എല്ലാവിധ പേഴ്സണൽസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം, HRM, അതിന് അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, സ്കിൽഡ് ലേബേഴ്സ് എത്ര വേണം, അൺസ്കിൽഡ് ടൈപ്പ് ഓഫ് ലേബേഴ്സ് എത്ര വേണം, അവൈലബിലിറ്റി, അവരുടെ അവൈലബിലിറ്റി എന്തോരമുണ്ട്, അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് വേജസ് ആണ് കൊടുക്കുന്നത്, ആൻഡ് അവരുടെ സാലറി സ്ട്രക്ചർ, ഇത്തരമുള്ള കാര്യങ്ങളെല്ലാമാണ് പേഴ്സണൽ എന്ന ഹെഡിൻ്റെ അണ്ടറിൽ നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. And some other components like
പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ഇനിഷ്യേറ്റഡ്. നമ്മുടെ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്, ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പ്രോജക്റ്റിൽ കാണിക്കുകയും വരും. നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ സെക്ഷൻസിലൊക്കെ. ഒരു പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് അതുകൊണ്ട് ഹാം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള ഇനിഷ്യേറ്റീവ് മെഷേഴ്സ് കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. അത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, നമ്മുടെ ഈ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ വേറെ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് മെൻഷൻ ചെയ്യണം. അസസ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് അസസ് ചെയ്തിരിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്ത് കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. പ്രോസസ് ആൻഡ് നോ ഹൗ യൂസ്ഡ്, നമ്മൾ എന്ത് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്, എന്ത് ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ അനലൈസിസ്, നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാവിധ ഫിനാൻഷ്യൽ അനലൈസിസും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഫൈനലി ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ, എന്ത് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഷെഡ്യൂളിങ്ങും കൂടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടൻസ് ആണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ് പഠിച്ചത്. കഴിഞ്ഞ ലെക്ചർ, അതായത് പ്രോജക്റ്റ് പ്രിപ്പറേഷനെ കുറിച്ചുള്ള ലെക്ചറിൽ നമ്മൾ ഈ കണ്ടൻസിനെ കുറിച്ച് ചെറുതായിട്ട് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ സെക്ഷനാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന ഹെഡിൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കണ്ടൻസിനെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ ഈ കണ്ടൻസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇട്ടേക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കണ്ടൻസ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ആൻസർ പ്രിപ്പയർ ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.